ഹലോ ഗായ്സ്, ഒരു പാൻ എടുത്ത് അതിലേക്ക് 3-4 വെളുത്തുള്ളി ചതച്ചതും അല്പം ചെറിയ ജീരകം, വലിയ ജീരകം, പട്ട, ബേ ലീഫ്, കുരുമുളകും കൂടി ചേർത്ത് ഒന്ന് ചൂടാക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ചിരണ്ടി വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ തേങ്ങ ഒരു കളർ മാറി വരുമ്പോൾ നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം പൊടികളായ മല്ലിപ്പൊടിയും മുളക് പൊടിയും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ വേറൊരു കുക്കർ എടുത്തിട്ട് അതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ബീഫ്, ഒരു പകുതി ഉള്ളി, തക്കാളി, പിന്നെ 3-4 പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഉപ്പ്, മഞ്ഞളും മുളകും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഇതിലേക്ക് അല്പം വെള്ളവും കരിവേപ്പിലയും അല്പം വെളിച്ചെണ്ണയും കൂടി ചേർത്ത് വേവിക്കാൻ വെക്കാം. അപ്പോൾ ഒരു 5-6 വിസിലിന് ശേഷം ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ തേങ്ങ അരച്ചിട്ട് ചേർക്കാവുന്നതാണ്. പിന്നെ അതിലേക്ക് കുരുമുളകും ഉപ്പും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇനി ഇതിലേക്ക് വറവ് തയ്യാറാക്കാനായിട്ട് ഒരു പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് തേങ്ങാക്കൊത്തും കരിവേപ്പിലയും കുറച്ച് മീറ്റ് മസാലയും കൂടി ചേർത്ത് ചൂടാക്കി ഇതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പം നമ്മുടെ ബീഫ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിലാണ് നമ്മൾ ബീഫ് കറി തയ്യാറാക്കിയത്. അപ്പോൾ എല്ലാവരും ഒന്ന് വീട്ടിൽ ഇത് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ രേഖപ്പെടുത്താവുന്നതാണ്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.